കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. റിയാസ്, യാസിൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. സിജു കണ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സിജു, ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്തുവാനുള്ളത്. തെരച്ചിൽ ഏത് വിധമാണ് മുന്നോട്ട് പോകുന്നത്? സിന്ദൂരി, പയശ്ശിനിപ്പുഴയിൽ എരഞ്ഞിപ്പുഴ പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 2:20 കൂടിയാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ അപകടത്തിൽപ്പെട്ടത്, പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത്. മഞ്ചേശ്വരത്തെ സിദ്ദിഖിന്റെ മകൻ റിയാസ്, എരഞ്ഞിപ്പുഴയിലെ അഷറഫിന്റെ മകൻ യാസിൻ, മജീദിന്റെ മകൻ സമദ് എന്നിവരാണ് പുഴയിൽ മുങ്ങിത്താണത്. ഇതിൽ 2 പേരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരത്തെ സിദ്ദിഖിന്റെ മകൻ റിയാസ്, എരഞ്ഞിപ്പുഴയിലെ അഷറഫിന്റെയും ഷബാനയുടെയും മകൻ യാസിൻ എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കുട്ടിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. മജീദിന്റെ മകൻ സമദിനായുള്ള തിരച്ചിൽ ഇപ്പോൾ പുഴയിൽ പുരോഗമിക്കുകയാണ്. നാട്ടുകാരും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയും പോലീസും അതോടൊപ്പം തന്നെ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘവുമെല്ലാം തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഒരു കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്, യാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ അപകടത്തിൽപ്പെട്ട റിയാസ് മഞ്ചേശ്വരത്താണ് താമസം. അഷ്റഫിന്റെയും അതോടൊപ്പം തന്നെ മജീദിന്റെയും സഹോദരിയാണ് റംല. ഇവരുടെ 3 പേരുടെയും മക്കളാണ് പുഴയിൽ കുളിക്കാനിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടത്. എരഞ്ഞിപ്പുഴ പാലത്തിന് തൊട്ടടുത്ത് പുഴയിലെത്തുകയായിരുന്നു. ഈ സമയത്ത് മരിച്ച റിയാസിന്റെ ഉമ്മ റംല കൂടി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികൾ പുഴയിലെ ആഴമില്ലാത്ത ഭാഗത്ത് കുളിക്കാനിറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടെ 17 വയസ്സുകാരനായ റിയാസ് പുഴയുടെ ആഴങ്ങളിലേക്ക് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് മറ്റ് 2 കുട്ടികൾ നടത്തിയത്. ഇതിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് അല്പമെങ്കിലും നീന്തൽ അറിയാവുന്നത്. മറ്റ് കുട്ടികൾക്ക് നീന്തൽ അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് 3 കുട്ടികളും മുങ്ങിത്താണത്. റംല ഇവരെ 3 പേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം, ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് നീന്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ, 17 വയസ്സുകാരനായ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മറ്റ് 2 കുട്ടികൾ കൂടി മുങ്ങിത്താഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റംലയുടെ കരച്ചിൽ കേട്ട നാട്ടുകാർ ഓടിക്കൂടി അധികഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. ഈ 17 വയസ്സുകാരനായ റിയാസിനെ പുറത്തെത്തിച്ച ശേഷം ചെറുക്കിട പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ഇനിയൊരു കുട്ടിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. വ്യക്തമാണ് സിജു. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.